ഇംഗ്ലീഷിൽ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ട്, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ എന്ന് വെച്ചാൽ എല്ലാത്തിലും പോയി കാലിടും പക്ഷെ ഒന്നിലും എക്സ്പേർട്ട് ആവില്ല. ഈ പരിപാടി കൊണ്ട് ബിസിനസ് വേൾഡിൽ പിടിച്ചു നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും, എസ്പെഷ്യലി ട്രേഡിങ്ങിലേക്കും ഇൻവെസ്റ്റിംഗിലേക്കും ഒക്കെ വരുമ്പോൾ. വളരാൻ ഏറ്റവും പറ്റിയ ഒരു സ്പേസ് കണ്ടുപിടിച്ച് അതിൽ ഫോക്കസ് ചെയ്ത് കാലക്രമേണ അതിൽ മാസ്റ്റർ ആവുകയാണ് വേണ്ടത്. അല്ലാതെ എല്ലാത്തിലും മാസ്റ്റർ ആവാൻ നമുക്ക് പറ്റും തോന്നുന്നുണ്ടോ? ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പലതരം ബിസിനസ് സെഗ്മെന്റുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ എല്ലാ ഫണ്ടമെന്റൽ അനാലിസിസ് വീഡിയോയിലും നമ്മൾ ചെയ്യുന്നത് പോലെ ഇന്നും നമ്മൾ ഈ കമ്പനി ഉൾപ്പെട്ടിരിക്കുന്ന ഇൻഡസ്ട്രിയെക്കുറിച്ചും എന്തുകൊണ്ട് ഈ ഇൻഡസ്ട്രിയിൽ ഇത് ഉൾപ്പെട്ടിരിക്കുന്നു എന്നും പിന്നെ കമ്പനിയെക്കുറിച്ചും വിശദമായിട്ട് പറയാം. അപ്പോൾ തുടങ്ങല്ലേ. കമ്പനി ഏതാണെന്ന് പറഞ്ഞില്ല അല്ലേ? മുരുകപ്പ ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സിന്റെ മാനുഫാക്ചററായ ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യ, TII എന്ന് ഷോർട്ട് ആക്കി പറയാം. സോ വെൽക്കം ടു ഗ്രോ മലയാളം. ദിസ് ഈസ് ഷയാസ് റഫിയ മൊയ്തീൻ. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. ആദ്യം ഇൻഡസ്ട്രി ആൻഡ് ബിസിനസ് ഓവർവ്യൂ. കമ്പനി ഇപ്പോൾ എവിടെ നിൽക്കുന്നു, കമ്പനിയുടെ പ്രൊഡക്ട്സിനുള്ള ഡിമാൻഡിന്റെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്, മാർക്കറ്റ് ഔട്ട്ലുക്ക്, ഇതൊക്കെ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കമ്പനിയെക്കുറിച്ചും ഇൻഡസ്ട്രിയെക്കുറിച്ചും പറയേണ്ടതുണ്ട്. പക്ഷേ TIIയെ കുറിച്ച് ഇങ്ങനെ വിശദമാക്കി പറയൽ അത്ര എളുപ്പമല്ല. എന്തുകൊണ്ടാണെന്ന് പറയാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവർ വെറൈറ്റി പ്രൊഡക്ട്സ് ആണ് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. TIIയുടെ ബിസിനസ് സെഗ്മെന്റ്സിനെ മാനേജ്മെന്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 4 പാർട്സ് ആക്കിയിട്ടാണ്. ആൻഡ് ഇത് എക്സ്ട്രീംലി ഡൈവേഴ്സിഫൈഡ് ആണ്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. മൊബിലിറ്റി ബിസിനസ് 7.7%, എഞ്ചിനീയറിംഗ് സെഗ്മെന്റ് 30.2%, മെറ്റൽ ഫോംഡ് പ്രൊഡക്ട്സ് 9.7%, അതർ സെഗ്മെന്റ് ആൻഡ് സബ്സിഡിയറീസ് 52.9%. നോക്കൂ, ബിസിനസ് സെഗ്മെന്റ്സ് പലവിധ ഇൻഡസ്ട്രീസിലായി ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് മാത്രമല്ല പറയേണ്ടി വരിക. അതുകൊണ്ടാണ് ഇത് അത്ര എളുപ്പമല്ല എന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ സെഗ്മെന്റ്സ് ഉൾപ്പെടുന്ന ഇൻഡിവിജ്വൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച് വിശദമായിട്ട് നോക്കാം. ഇതിൽ ഓരോന്നിലും TIIയുടെ സ്ഥാനം മാർക്കറ്റിൽ എങ്ങനെയാണ്, എവിടെയാണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് മൊബിലിറ്റി ബിസിനസ്. ഇതിൽ ബൈസിക്കിൾ മാനുഫാക്ചറിംഗ് ആണ് വരുന്നത്. സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്പെഷ്യൽസ് എന്നീ 2 വ്യത്യസ്ത കാറ്റഗറീസ് ആയിട്ടാണ് ഈ സെഗ്മെന്റ് ഉള്ളത്. സ്റ്റാൻഡേർഡ് സൈക്കിൾസ് കാര്യമായി ഉപയോഗിക്കുന്നത് യാത്രാ ആവശ്യങ്ങൾക്കാണ്, എസ്പെഷ്യലി ചെറിയ ടൗണുകൾ, ഗ്രാമപ്രദേശങ്ങൾ, ഇവിടെയൊക്കെ. സ്പെഷ്യൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ റീക്രിയേഷണൽ യൂസ് ആണ് ഉള്ളത്. ഫൺ, ഫിറ്റ്നസ് ആൻഡ് ലെയ്ഷർ ആക്ടിവിറ്റീസിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇതിനുള്ള റിക്വയർമെന്റിന്റെ 86% മീറ്റ് ചെയ്യുന്നത് പ്രധാനമായും 4 മേജർ പ്ലെയേഴ്സും പിന്നെ ചെറിയ പ്രാദേശിക കമ്പനികളൊക്കെയാണ്. ബാക്കി ഇറക്കുമതിയാണ്. TII എന്ന കമ്പനിയുടെ സൈക്കിൾ ബിസിനസ് ആയ TI സൈക്കിൾസിന്റെ കയ്യിലാണ് ടോട്ടൽ ഓർഗനൈസ്ഡ് ട്രേഡ് മാർക്കറ്റിന്റെ 26% ഷെയർ ഉള്ളത്. കമ്പനിയുടെ എക്സ്പോർട്ട് സെഗ്മെന്റ് 23% ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ കൊമേഴ്സ് ലാസ്റ്റ് ഫിസ്ക്കൽ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ ഓവർ 100% ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തത് എഞ്ചിനീയറിംഗ് സെഗ്മെന്റ് ആണ്. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലാണ് ഇത് വരുന്നത്. ഈ സെഗ്മെന്റിൽ കോൾഡ് റോൾഡ് സ്റ്റീൽ സ്ട്രിപ്സ്, പ്രിസിഷൻ സ്റ്റീൽ ട്യൂബ്സ്, കോൾഡ് ഡ്രോൺ വെൽഡഡ് ട്യൂബ്സ് ആൻഡ് ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡഡ് ട്യൂബ്സ് എന്നിവ ഉൾപ്പെടുന്നു. ഈ പ്രൊഡക്റ്റുകൾ പ്രധാനമായും ഓട്ടോമോട്ടീവ്, ബോയിലർ, ബൈസിക്കിൾ, ജനറൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രോസസ് ഇൻഡസ്ട്രീസിന് വേണ്ടി ഉള്ളവയാണ്. വളരെയധികം ഇറക്കുമതി ചെയ്യപ്പെടുന്ന നോൺ ഓട്ടോ ആപ്ലിക്കേഷൻസിനുള്ള ലാർജ് ഡയാമീറ്റർ വെൽഡഡ് ട്യൂബ്സും കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. 2021-22 സമയത്ത് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ഷൻ വോളിയം 6% താഴോട്ട് പോയി. പാസഞ്ചർ വെഹിക്കിൾസ് 19%, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് 29% വളർന്നു. 2 വീലർ സെഗ്മെന്റ് മുൻ വർഷത്തേക്കാൾ 3% വളർച്ച കുറയുകയും ചെയ്തു. ഇനി മെറ്റൽ ഫോംഡ് പ്രോഡക്ട്സ്. ഈ സെഗ്മെന്റ് സപ്ലൈ ചെയ്യുന്നത് ഓട്ടോമോട്ടീവ് ആൻഡ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞു 2021-22 2 വീലർ സെഗ്മെന്റിലെ പ്രൊഡക്ഷൻ 3% കുറഞ്ഞിരുന്നു എന്ന്. അതേസമയം പാസഞ്ചർ കാർസിന്റെ വളർച്ച 70% ആയിരുന്നു. COVID-19 പാൻഡമിക്കിന് ശേഷം റെയിൽവേസ് ബിസിനസ് ആകെ കുഴഞ്ഞു മറിഞ്ഞ ഒരവസ്ഥയിലൂടെ ആയിരുന്നു കടന്നു പോയിരുന്നത്. ഇനി അതർ സെഗ്മെന്റ്സ്. 1 April 2021 മുതൽ കമ്പനി അതിന്റെ ബിസിനസ് യൂണിറ്റുകളിൽ ചിലതിനെയും ഓപ്പറേറ്റിംഗ് സ്ട്രക്ചേഴ്സിനെയും റീഓർഗനൈസ് ചെയ്താണ് ഈ അതർ സെഗ്മെന്റ് ഉണ്ടാക്കുന്നത്. ഇതിൽ കമ്പനിയുടെ ഇൻഡസ്ട്രിയൽ ചെയിൻസും ന്യൂ ബിസിനസ്സും ഒക്കെയാണ് ഉള്ളത്. ഈ ന്യൂ ബിസിനസ്സിൽ വരുന്ന ട്രക്ക് ബോഡി വർക്ക്സ്, TMT ബാർസ് ആൻഡ് TI ഒപ്റ്റോ ഇലക്ട്രോണിക് സൊല്യൂഷൻസ് എന്നിവ കോവിഡിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേവിന് ശേഷം സ്റ്റേബിളായി വന്നുകൊണ്ടിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ പെർഫോമൻസ് ഇനിയും കൂടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി ഓവർവ്യൂ കഴിഞ്ഞു. ഇനി TIIക്ക് ഇതിൽ എവിടെയാണ്, എങ്ങനെയാണ് പൊസിഷൻ എന്നും കമ്പനിയെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസും നമുക്ക് നോക്കാം.
1900-ൽ സ്ഥാപിച്ച INR 547 ബില്യൺ വില മതിക്കുന്ന മുരുഗപ്പ ഗ്രൂപ്പ് ഇന്ത്യയിലെ ലീഡിംഗ് ബിസിനസ് കോൺഗ്ലോമറേറ്റ്സിൽ ഒന്നാണ്. ഇവരുടെ കമ്പനിയായ TII വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സിന്റെ ലീഡിംഗ് മാനുഫാക്ചറേഴ്സിൽ ഒന്നാണ്. മൊബിലിറ്റി സെഗ്മെന്റിന് കീഴിൽ TI സൈക്കിൾസ് ഇന്ത്യ എന്ന പേരിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. എഞ്ചിനീയറിംഗ് സെഗ്മെന്റിൽ ട്യൂബ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ, TPI ക്രാസ്, TI മെഷീൻ ബിൽഡിംഗ് എന്നീ പേരുകളിലും. ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നത് TI സൈക്കിൾസ് ഓഫ് ഇന്ത്യയും ട്യൂബ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയും കൂടി ചേർന്നാണ് 1959-ൽ. മെറ്റൽ ഫോംഡ് പ്രൊഡക്ട് സെഗ്മെന്റിൽ വരുന്നത് TIDC ഓട്ടോ ചെയിൻസ്, TIDC ഫൈൻ ബാങ്കിംഗ്, TIMF ഓട്ടോ ആൻഡ് TIMF റെയിൽവേസ് എന്നിവയാണ്. പിന്നെ അതർ സെഗ്മെന്റിൽ വരുന്നത് TI മാച്ചോ, TMT ബാർസ്, TI ട്രക്ക് ബോഡി വർക്ക്സ്, TIDC ഇൻഡസ്ട്രിയൽ ചെയിൻസ് എന്നിവയാണ്. TIIയുടെ ചില പ്രധാന ക്ലയൻസ് ഏതൊക്കെയാണെന്ന് പറയാം. ആദിത്യ ബിർള ഗ്രൂപ്പ്, BHEL, ലാർസൻ ആൻഡ് ടൂബ്രോ, NHAI എക്സെട്ര. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം, CG പവർ, ശാന്തി ഗിയേഴ്സ് ആൻഡ് സെഡിസ് എന്നിവയൊക്കെ TIIയുടെ സബ്സിഡിയറീസ് ആണ്. ഇനി ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് നോക്കാം. ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ നമുക്ക് കാണാം, കോവിഡ് കാരണം മാർച്ച് 2020 ഒഴികെ നോക്കുമ്പോൾ ഇയർ ഓൺ ഇയർ ആയി സെയിൽസ് വർദ്ധിച്ചു വരികയാണെന്ന്. 2017 മുതൽ 2022 വരെ എടുത്ത് നോക്കുമ്പോൾ ഇത് ഏതാണ്ട് 3 മടങ്ങായിട്ടുണ്ട്. ഇനി 2021 മുതൽ 2022 വരെ നോക്കുമ്പോൾ ഡബിൾ ആയിട്ടുണ്ട്. ഒരു ഹെൽത്തി ഔട്ട്ലുക്ക് ആണ് ഇത് കാണിക്കുന്നത്. OPM% സ്ട്രോങ് ആണ്, 12% ആണത്. നെറ്റ് പ്രോഫിറ്റും വളർന്നിട്ടുണ്ട്. ഇനി കമ്പനി ഫേസ് ചെയ്യുന്ന ചില കീ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൈക്കിൾ സെഗ്മെന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ലോ ഗ്രോയിങ് ഡിമാൻഡ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് TII. പിന്നെ കാപ്പെക്സും ഓട്ടോമോട്ടീവ് സൈക്കിൾസും ഇവരെ ബാധിക്കാവുന്ന കാര്യങ്ങളാണ്. അതായത് ഓട്ടോമൊബൈൽസിനുള്ള ഡിമാൻഡ് സൈക്ലിക്കലായി തുടരുവോളം അത് സെയിൽസ് വോളിയത്തെയും പിന്നീട് മാർജിൻസിനെയും ബാധിക്കാം. ഇതിന്റെ കൂടെ പവർ കോസ്റ്റിലുള്ള മാറ്റങ്ങളും TIIയെ ബാധിക്കും. പിന്നെ ഹൈ ഇൻപുട്ട് കോസ്റ്റ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റും പ്രോഫിറ്റ് മാർജിൻസിനെ ബാധിക്കാവുന്നതാണ്. ഇതിനൊക്കെ പുറമെ കുറഞ്ഞ ഡിമാൻഡ് കാരണം വില വർധനവ് കസ്റ്റമേഴ്സിലേക്ക് പാസ് ചെയ്യുന്നതിലും പരിമിതിയുണ്ട്. ഇതെല്ലാം കൂടെ ഒരു മോശം സൈക്കിളാണ് ഉണ്ടാക്കുന്നത്. ഇനി കീ സ്ട്രെങ്ത്തുകൾ നോക്കാം, നന്നായിട്ട് പോകുന്ന കാര്യങ്ങൾ. TIIക്ക് ഡൈവേഴ്സിഫൈഡ് റവന്യൂ സ്ട്രീംസ് ഉണ്ട്. ഇവരുടെ മിക്ക ബിസിനസ് സെഗ്മെന്റ്സിലും ആദ്യ 3 സ്ഥാനങ്ങളിൽ ഇവർ തന്നെയാണ്. CG പവർ ഏറ്റെടുത്തതിലൂടെ സ്വിച്ച് ഗിയർ സെഗ്മെന്റിൽ മാർക്കറ്റ് ലീഡറായി TII ക്ലീൻ മൊബിലിറ്റി എന്ന 100% സബ്സിഡിയിലൂടെ EV സ്പേസിലേക്കും ഇവർ കടന്നു. കൂടാതെ TII മറ്റു ചില കമ്പനികളിലും ഇൻവെസ്റ്റ്മെന്റും ഏറ്റെടുക്കലുകളും നടത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും 2023-ലെ സെക്കൻഡ് ഹാഫിലേക്ക് റവന്യൂ വരും എന്ന ഒരു പ്രോമിസിംഗ് പ്രോസ്പെക്ട്സും ഉണ്ട്. ഡെറ്റ് കുറഞ്ഞ് സ്ട്രോങ് ക്യാഷ് ജനറേഷൻ ഉണ്ടായത് TIIയുടെ ഫിനാൻഷ്യൽ പ്രൊഫൈൽ സ്ട്രോങ്ങർ ആക്കിയിരിക്കുകയാണ്. ഇവരുടെ വേർട്ടിക്കൽസിലായി 1000 crores വരെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാനും കമ്പനിക്കുണ്ട് ബൈ ഫിസിക്കൽ 2024. ഈ പ്ലാൻസ് ഒരു ഡെറ്റും ഇല്ലാതെ മീറ്റ് ചെയ്യാനും പറ്റും എന്നുള്ളത് മറ്റൊരു നല്ല കാര്യമാണ്. ഒരു കമ്പനിയുടെ ഒപ്പം മത്സരിക്കുന്ന മറ്റു കമ്പനികളെ വെച്ച് ഈ കമ്പനിയെ കമ്പയർ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. പക്ഷേ ഇതിനു വേണ്ടി സ്ക്രീനർ എന്ന വെബ്സൈറ്റിൽ പോയപ്പോൾ കാണുന്നത് ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ് കിടക്കുന്നത് ദ മിസ്ലേനിയസ് എന്ന സെക്ടറിലാണ്. കാരണം കമ്പനിയുടെ സെഗ്മെന്റ്സ് എക്സ്ട്രീംലി ഡൈവേഴ്സിഫൈഡ് ആയതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. ഈ മിസ്ലേനിയസ് കമ്പനീസിൽ TIIയോട് കുറച്ചെങ്കിലും ചേർന്ന് നിൽക്കുന്നത് ഗുജറാത്ത് ഗ്യാസസും PB ഫിൻടെക്കും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആകെ ചെയ്യാവുന്നത് കമ്പനിയുടെ ഇൻഡിവിജ്വൽ സെഗ്മെന്റ്സ് എടുത്ത് അതിലെ റിലവന്റ് കമ്പനികളുമായി പെർഫോമൻസ് കമ്പയർ ചെയ്യുക എന്നത് മാത്രമാണ്. ഇനി നമുക്ക് TIIയുടെ ചില കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ആസ്പെക്ട്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 2573.15 rupees, PE ratio 57.71, debt to equity 0.26, 5-year sales CAGR 22.83%, return on equity 28.09%, 1-year returns 47.37%, 5-year CAGR returns 54.55%, 200 DMA 2094.74, RSI 40.9. ഇനി സ്റ്റോക്ക് പെർഫോമൻസിനെ കുറിച്ച് കൂടി പറയാം. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യ 818% കൂറ്റൻ റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത്. അത് ഇൻവെസ്റ്റേഴ്സിന് ശരിക്കും ഒരു മൾട്ടി ബാഗർ തന്നെയായിരുന്നു. ബെഞ്ച്മാർക്ക് ഇൻഡെക്സുമായി കമ്പയർ ചെയ്യുമ്പോൾ സെൻസെക്സിനെ എക്സ്ട്രീംലി ആയിട്ടും മറികടന്നിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. സെൻസെക്സ് അപ്രോക്സിമേറ്റ്ലി 85% വളർന്നപ്പോൾ TII വളർന്നത് അപ്രോക്സിമേറ്റ്ലി 820% ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മടങ്ങ് വളർച്ച. കഴിഞ്ഞ 1 ഇയർ കൊണ്ട് TII 47.37% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ചാർലി മങ്കറിന്റെ ഒരു കോട്ടോട് കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം മറ്റൊരു മനുഷ്യന് അറിവ് നൽകാൻ സഹായിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ ചാനലിലെ എല്ലാ വീഡിയോസും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ നൽകുന്നില്ല. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.